ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഇന്ന് നമുക്ക് എളുപ്പത്തിലും അതുപോലെ തന്നെ നല്ല ടേസ്റ്റിലായിട്ടുള്ള ഒരു മുട്ടക്കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. മുട്ടക്കറിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 4 മുട്ടയാണ് എടുത്തുള്ളത്. അത് പിന്നെ ഓരോരുത്തരുടെ വീട്ടിലെ അംഗങ്ങൾക്ക് അനുസരിച്ചിട്ട് എടുത്താൽ മതി. നേരത്തെ തന്നെ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് സവാളൊക്കെ ഒന്ന് വഴറ്റിയിട്ട് എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതാ പാൻ വെച്ചിട്ടുണ്ട്. ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 3 മീഡിയം സൈസ് സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് തന്നെ വഴറ്റിയിട്ടെടുക്കുക. ഈ ഒരു കറിയിൽ മുളക് പൊടി ചേർത്തെടുക്കുന്നില്ല. ഗ്രീൻ മസാല കറിയാണല്ലോ, അതുകൊണ്ട് തന്നെ പച്ചമുളക് മാത്രമാണ് എരിവിന് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുക, കളർ ചേഞ്ച് ആവാത്ത രീതിയിൽ. അത് നന്നായിട്ട് തന്നെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഒരു 4 പച്ചമുളക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം എരിവുള്ള മുളക് തന്നെയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കുക. അരച്ചെടുത്തിട്ട് ഗ്രേവി ആക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കുമ്പോൾ ആ പച്ചമുളകിന്റെ എരിവ് ശരിക്കും മനസ്സിലാക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഒരുപാട് എരിവ് കൂടി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ശരിക്കും പോലെ കഴിക്കാനും കഴിയില്ല. കുറച്ച് വേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏകദേശം 1 കപ്പോളം മല്ലിയില, അതുപോലെ തന്നെ ഇതിന്റെ പകുതിയായിട്ട് 1/2 കപ്പോളം പുതിന കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതുകൂടെ എല്ലാം ചേർക്കുമ്പോഴാണ് ഈ ഒരു കറിക്ക് നല്ലൊരു കളറൊക്കെ കിട്ടുക. അപ്പൊ നന്നായിട്ട് തന്നെ അത് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ മുട്ട ഒന്ന് ലൈറ്റ് ആയിട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് 4 മുട്ട പുഴുങ്ങിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ഇതൊന്ന് ലൈറ്റ് ആയിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുക്കുന്നത്. നമുക്ക് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് കുറച്ച് നേരം ഒന്ന് 1 മിനിറ്റ് നേരം ഒന്ന് ഇതാക്കി കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഇതിവിടെ റെഡി ആയിട്ട് കിട്ടും. അപ്പം നമ്മുടെ മുട്ടൊക്കെ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് പാനിൽ നിന്ന് പെട്ടെന്ന് തന്നെ മാറ്റാം. ഇനി നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിട്ടുള്ള മസാല ഒക്കെ ഇപ്പോൾ ഒരുവിധം ചൂടാറിയിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടൊന്ന് അരച്ചെടുക്കണം. ഇത് ആ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് അരച്ചെടുക്കുന്നതോട് കൂടിയിട്ട് തന്നെ ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി കൂടെ ചേർത്ത് കൊടുക്കുക. ഒരു 5 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ വഴറ്റുമ്പോൾ ചേർക്കാതിരുന്നത് ഈ ഒരു കറിക്ക് വെളുത്തുള്ളിയുടെ ഫ്ലേവർ, അതുപോലെ മല്ലിയില, പുതിനയില, അതിൻ്റെ ഒക്കെ ഒരു ഫ്ലേവർ ഒന്നിട്ട് നിൽക്കണം. അപ്പോൾ ലാസ്റ്റ് അരക്കുമ്പോൾ നന്നായിട്ട് ഒരു ഫ്ലേവർ കിട്ടും. അരച്ചെടുത്തിട്ട് ചേർക്കുന്നു. ഇതിലേക്ക് കുറച്ച് കാഷ്യൂനട്ട് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 7 8 ചേർത്ത് കൊടുത്താൽ മതി. വളരെ കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ല പേസ്റ്റ് ആക്കിയിട്ട് ഇതാ അരച്ചെടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് വീണ്ടും ഒന്ന് വഴറ്റിയിട്ട് എടുക്കണം. പാന് വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂണ് പെരിഞ്ജീരകം ചേർത്ത് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ. ഇനി ഇതിലേക്ക് സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ബേ ലീവ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു 4 5 ഗ്രാമ്പു, ഒരു വലിയ കഷ്ണം പട്ട, ഒരു പകുതി തക്കോല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്ക ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കൂല കേട്ടോ. ഇതെല്ലാം ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കുക. സ്പൈസസ് ഒക്കെ നന്നായിട്ട് വറന്നു വന്നതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി കൂടുതൽ ചേർത്ത് കൊടുക്കരുത്, അപ്പോൾ അതിന്റെ കളറൊക്കെ ചേഞ്ച് ആവും. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് കൊടുക്കുക. കരിഞ്ഞു പോവാത്ത രീതിയിൽ വേണം വഴറ്റി കൊടുക്കാൻ. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള ഗ്രീൻ മസാല ചേർത്ത് കൊടുക്കുക. ഈ ഒരു കറി കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതിലേക്ക് നമ്മൾ തേങ്ങ ഒക്കെ ചേർത്തിട്ടുണ്ടെന്നാണ് വിചാരിക്കുക. തേങ്ങ അരക്കാത്ത കറിയാണല്ലോ എല്ലാവർക്കും ആവശ്യം. ആ ഒരു പാത്രത്തിലോട്ട് തന്നെ ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. അപ്പൊ കറി ഒരുപാട് ലൂസായി കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു കറിയുടെ ടേസ്റ്റ് അങ്ങ് പോയി കിട്ടും. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർക്കുന്ന വീഡിയോ എൻ്റെ അടുത്ത് മിസ്സായി പോയിട്ടുണ്ട്. ഇനി നന്നായിട്ട് തന്നെ ഇതുപോലെ ഇളക്കി കൊടുത്ത് ചെറിയ രീതിയിലൊന്ന് തിള വരുന്ന സമയത്ത് നമ്മൾ മുട്ട ഫ്രൈ ആക്കി വെച്ചത് ചേർത്ത് കൊടുക്കാം. മുട്ട ചേർത്തതിന് ശേഷം നമുക്ക് ആ ഗ്രീൻ മസാല ഒക്കെ ഇതിന്റെ മീതെയൊക്കെ ഒന്ന് ഒഴിച്ച് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കിയിട്ട് കുറച്ച് നേരം ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കുക. ലാസ്റ്റ് നമുക്ക് ഇതിലേക്ക് 1 മുറി ചെറുനാരങ്ങയുടെ നീരാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ അത് ഇല്ലാത്തതുകൊണ്ട് 1 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ ബബിൾസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഉപ്പുണ്ടോന്നൊക്കെ നോക്കുക. ഉപ്പ് കുറവാണെങ്കിൽ ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇനി നമുക്കൊന്ന് സെർവ് ചെയ്യുക. ഒരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. ഈ ഒരു മുട്ടക്കറി പത്തിരി, പൊറോട്ട, വെള്ളപ്പം, ചപ്പാത്തി എല്ലാറ്റിൻ്റെ കൂടി ഒരുപോലെ കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു കറിയാണ്. നിങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഇത് എപ്പോഴും ഉണ്ടാക്കും. നമ്മൾ ഇതിൽ തേങ്ങയോ തേങ്ങാപ്പാലോ ഒന്നും ചേർക്കാത്തൊരു കറിയാണ്. ഇനി ഇതിൻ്റെ മീതെ ലാസ്റ്റ് നമുക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ട് കിട്ടി. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. ഇൻഷാ അല്ലാഹ് ഈ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.